സദാശിവൻ കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥി. ഡോക്ടർ S ജയശ്രീയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. ഗൂഗിൾ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൂഗിൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് കോഴിക്കോടിന്റെ പുതിയ മേയറായി O സദാശിവൻ വരാൻ പോകുന്നു എന്ന് ഏറെക്കുറെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പ്രജിൻ, ഇടതു മുന്നണിയുടെ കൗൺസിൽ നേതാവാണ് O സദാശിവൻ. മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നേരത്തെ മുസാഫിർ അഹമ്മദിന്റെ, കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയറായിരുന്ന മുസാഫിർ അഹമ്മദിന്റെ പേരായിരുന്നു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹം മീഞ്ചന്ത ഡിവിഷനിൽ നിന്ന് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് O സദാശിവനിലേക്ക് LDF ഇടതു മുന്നണി എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. O സദാശിവനെ ഇപ്പോൾ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് LDFന്റെ ജില്ലാ യോഗമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനവും അവരുടെ അംഗീകാരവും നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോട്ടൂളിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള S ജയശ്രീ കഴിഞ്ഞ കൗൺസിലിലെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയാണ്. അവർ ഈ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും മത്സരിക്കുന്നുണ്ടാകും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നേരത്തെ ഉണ്ടായതുപോലെ ഒരു മാൻഡേറ്റ് ഇത്തവണ ഇടതുമുന്നണിക്കില്ല എന്നുള്ളത് തന്നെയാണ് O സദാശിവൻ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. 76 അംഗ കൗൺസിലിൽ 34 ഒരു സ്വന്തം ഉൾപ്പെടെ 35 അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ഇടതുമുന്നണിക്കുള്ളൂ എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം മേയറായി കഴിഞ്ഞാൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതുപോലെ ഒരു മൃഗീയ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ സ്വന്തമായ ഒരു തീരുമാനം ഇടതുമുന്നണിക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ആ വക കാര്യങ്ങളോട് ഇദ്ദേഹത്തോട് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. വികസന കാര്യങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും O സദാശിവൻ കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്, മുതിർന്ന നേതാവാണ്. 3 തവണയായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വിജയിച്ച് മത്സരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടുളിയിൽ നിന്ന് വിജയിച്ച് വന്ന ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷയായിട്ടുള്ള S ജയശ്രീ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ S ജയശ്രീയുടെ പേരും മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇവിടെ വനിതാ സംവരണമാണുള്ളത്. രണ്ടുപേരും, മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളാവുന്ന ഒരു സാഹചര്യം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടിയും ഈ O സദാശിവൻ കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി വരാനും S ജയശ്രീ ഈ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി മേയറായി വരാനുള്ള സാധ്യത തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനകത്ത് നിലനിൽക്കുന്നത്. പ്രജി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.